തിമിംഗലം നമ്മളെ വിഴുങ്ങുമോ അഥവാ ഭക്ഷിക്കുമോ? എല്ലാവർക്കുമുള്ള ഒരു സംശയമാണല്ലോ. കടലിൽ തിമിംഗലത്തിന്റെ ഇര ക്രില്ലും പ്ലാങ്ക്ടണുമാണ്. ക്രിൽ എന്ന് പറയുമ്പോൾ ഒരുതരം കൊഞ്ചുവർഗത്തിലുള്ള ജീവികൾ, പ്ലാങ്ക്ടൺ എന്ന് പറയുമ്പോൾ ഒഴുകി നടക്കുന്ന ഒരുതരം പ്ലവക ജീവികൾ. ഇത് ധാരാളമായി കഴിക്കും തിമിംഗലം. നീലത്തിമിംഗലം ചിലപ്പോൾ 10 മുതൽ 16 വരെ ടൺ ഇത് കഴിക്കുമെന്ന് പറയപ്പെടുന്നു. ഹംബാക്ക് വെയിൽ അഥവാ കൂനൻ തിമിംഗലം ഇത് 8 ടൺ വരെയൊക്കെ കഴിക്കും. തിമിംഗലത്തിന്റെ വായ 10 അടി വ്യാസമുണ്ടാകും. അതുകൊണ്ട് തന്നെ മനുഷ്യന് ശരിക്കും അതിൽ നിൽക്കാം. പക്ഷേ തൊണ്ടയിലെ നാളി മനുഷ്യന്റെ മുഷ്ടി ചുരുട്ടിയാൽ എത്ര വലിപ്പമുണ്ടാകുമോ അത്രയുമേ വലിപ്പമുണ്ടാകുകയുള്ളൂ. മനുഷ്യനൊരിക്കലും തിമിംഗലത്തിന്റെ വയറ്റിലേക്ക് അതിലൂടെ കടന്നു പോകുക സാധ്യമല്ല. തിമിംഗലം പ്ലാങ്ക്ടനെയും ക്രില്ലിനെയും ഒക്കെ ഭക്ഷിക്കുന്ന സമയത്ത് ധാരാളം വെള്ളം ഉള്ളിലേക്ക് അങ്ങ് എടുക്കും. തൊണ്ടയിൽ മടക്കുകൾ ഉള്ളതുകൊണ്ട് വെള്ളം പുറത്തേക്ക് തുപ്പാനും ഇരകളെ ഉള്ളിലേക്ക് എടുക്കാനും തിമിംഗലത്തിന് പറ്റും. കൂനൻ തിമിംഗലം പലപ്പോഴും മനുഷ്യരെ വിഴുങ്ങിയിട്ടുണ്ട്. അത്തരം വീഡിയോകൾ ധാരാളം നമുക്ക് യൂട്യൂബിൽ കാണാനും പറ്റും. പക്ഷേ കുറച്ചു നേരത്തിനകം ഇത് വിഴുങ്ങാനാവാതെ തുപ്പിക്കളയും. അതുകൊണ്ട് ചില തീരങ്ങളോട് ചേർന്ന് നീന്തി നടക്കുന്ന തിമിംഗലം മനുഷ്യനെ അബദ്ധത്തിൽ വിഴുങ്ങിയാലും പുറത്തേക്ക് തുപ്പിക്കളയും എന്നതാണ് വാസ്തവം. ചുരുക്കത്തിൽ ഒരു മനുഷ്യനും തിമിംഗലത്തിന്റെ വയറ്റിനുള്ളിലേക്ക് പോകില്ല. അബദ്ധത്തിൽ തിമിംഗലം വിഴുങ്ങിയാലും വായയിൽ കുറച്ചു നേരം കുടുങ്ങിക്കിടക്കാം. അതൊരു മോശം അനുഭവമാണ്.